പത്തനംതിട്ടയിൽ വഞ്ചിപ്പാട്ട് പരിശീലകനെ SFI ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന് പരാതി. വഞ്ചിപ്പാട്ട് പരിശീലകൻ ആരോമൽ ശിവയുടെ പരാതിയിൽ ജില്ലാ സെക്രട്ടറി അനന്തു മധു, പ്രസിഡന്റ് കിരൺ എന്നിവർ അടക്കം 15 പേർക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വിദ്യാർത്ഥികളെ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചതിന്റെ പണം ചോദിച്ചതിനാണ് ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പരാതി. ഞങ്ങൾ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ച സ്റ്റുഡൻസിനെ സ്റ്റേജിൽ കയറ്റാനായിട്ട് പോയതാണ്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചുകൊണ്ടിരിക്കെ SFIക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വന്ന് നോക്കിയിട്ട് പോകുന്നു. ഒരു കമന്റിന്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു ഇവർ പലതവണയായിട്ട്. നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് എന്നിവ പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് 58,000 രൂപ യൂണിയൻ തരാനുണ്ട്, എത്രയും വേഗം അത് തന്നു തീർക്കാനുള്ള സഹായം ചെയ്യുക എന്നാണ് കമന്റ് ഇട്ടത്. അപ്പോൾ ആ കമന്റ് KSUവിലെ ആരോ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇലക്ഷൻ ടൈമിൽ ഇട്ടുകയും ചെയ്തെന്നുള്ളതാണ് വൈരാഗ്യം ഇവരുടെ. അപ്പോൾ അന്ന് തൊട്ടേ നമ്മളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല, നമുക്ക് ഒരു നിവൃത്തിയില്ലാതിട്ടാണ്. 4-5 മാസം മുമ്പ് സമയം കൊടുത്തു അവർക്ക്. അപ്പം അത്രയായിട്ടും നമുക്ക് കിട്ടിയില്ല. നമുക്കും ഉപജീവനമാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യം അടിക്കുന്നത് കിരണാണ്, ജില്ലാ പ്രസിഡന്റാണ് SFIയുടെ. പിന്നെ അനന്തു മധു എന്ന് പറഞ്ഞ ആളുണ്ട്, ശരൺ. പിന്നെ കാത്തോലിക്കേറ്റ് കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായ ജിബിൻ, ആൾ കല്ലുവൻ തന്നെ പുറത്തൊക്കെ അടിച്ചു. പിന്നെ ഹെൽമെറ്റ് ഇട്ട് തലയുടെ പുറകിൽ നിരന്തരം അടിച്ചു. വീണ് കിടന്ന് തന്നെ ചവിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ വഞ്ചിപ്പാട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്നാണോ ഇപ്പോൾ നേതാക്കൾ പറയുന്നത്? ഈ മർദ്ദനത്തിൽ SFI നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ എന്താണ് പറയുന്നത്? സ്മൃതി, വഞ്ചിപ്പാട്ട് പരിശീലനമായിട്ടുള്ള ആരോമൽ ശിവയാണ് ഈ പരാതിക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നുള്ളത് പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ വിദ്യാർത്ഥികളെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ഭാഗമായി വഞ്ചിപ്പാട്ട് പരിശീലിപ്പിച്ചിരുന്നു, ഒപ്പം നാടൻ പാട്ടും പരിശീലിപ്പിച്ചിരുന്നു. അത് ഒരു നിശ്ചിത തുക ഫീസായി നിശ്ചയിച്ചുകൊണ്ടാണ് പരിശീലനം നൽകിയത്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും ആ പണം ലഭിച്ചില്ല, അല്ലെങ്കിൽ പരിശീലനം നൽകിയതിൽ ചോദിച്ച പ്രതിഫലം ലഭിച്ചില്ല എന്നാണ് ആരോമൽ ശിവയുടെ പ്രധാനപ്പെട്ട പരാതി. ഇതിനിടെ MG കലോത്സവം നടക്കുന്നതിനിടെ തിരുവല്ല സ്റ്റേഡിയത്തിന് സമീപം വെച്ച് ഒരു സംഘം ആളുകൾ തന്നെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണുള്ളത്. ആരോമൽ ശിവ തന്നെ മർദ്ദിച്ച ആളുകളുടെ പേരുകൾ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി അനന്തു മധു, പ്രസിഡന്റ് കിരൺ ഉൾപ്പെടെ 15 പേര്, തിരിച്ചറിയാൻ കഴിയുന്ന മറ്റ് ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ സഹിതമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്.